Friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുടം കലക്കി സോഡ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുടം കലക്കി സർബത്ത്. ഇപ്പോൾ കൊച്ചിയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ കുടം കലക്കി സർബത്ത്. ഈ വളരെ കഠിനമായ ഈ ചൂടിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സർബത്താണ്. അത് കുറച്ച് ഹെൽത്തി വേയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബിലും അതുപോലെ കൊച്ചിയിലും വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ കുടം കലക്കി സോഡ. ഇതിന് മുൻപ് കുലുക്കി സർബത്ത്, ഫുൾ ജാർ സോഡ അങ്ങനെയൊക്കെ പലതും വന്നു. കുടം സോഡ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ കുടം കലക്കിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് കുടം കലക്കി സർബത്താണ് ഇന്നുണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് വേണ്ടത് ചെറിയ ഇതുപോലത്തെ കുടങ്ങളാണ്. പിന്നെ ഫ്രൂട്ട്സ് വേണം. അതിവിടെ നമുക്ക് കുറേ ഫ്രൂട്ട്സ്, അത് ചെയ്യുന്ന കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അതിൽ കുറച്ചിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി നമുക്ക് ഒന്ന് ഈ പൈനാപ്പിളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഓറഞ്ച് ജ്യൂസ് അതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ ഈ മാതളങ്ങയും നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായി എല്ലാം റെഡിയാക്കി എടുത്തു. ഇത് ഷുഗർ സിറപ്പാണ്. ഇത് ഒരു അരക്കപ്പ് പഞ്ചസാര, ഇല്ല അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ഒരു സിറപ്പ് പോലെ ആക്കിയെടുത്തതാണ് ഷുഗർ സിറപ്പ്. ഇതിന് പകരം നിങ്ങൾക്ക് ഈ നറുനണ്ടി സിറപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മാതളങ്ങ കുരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ പൈനാപ്പിളും അരിഞ്ഞെടുത്തു. ഓറഞ്ച് അതുപോലെ ഓറഞ്ചിനെ ഒന്ന് പിഴിഞ്ഞ് എടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൈനാപ്പിളും ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്ത പൈനാപ്പിളും നല്ലപോലെ ഒന്ന് അരിച്ച് എടുക്കാം. പോമിഗ്രാനൈറ്റ്, മാതളങ്ങ ഇവിടെ അരിച്ചെടുത്തു. ഇപ്പം നമുക്ക് ബ്ലെൻഡറിലോ മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാം. മാതളങ്ങ അടിക്കുമ്പോൾ കുരു അധികം ഒന്ന് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുടം കലക്കി സർബത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി. മാതളങ്ങ ജ്യൂസ് എടുത്തു, ഓറഞ്ച്, പൈനാപ്പിൾ ജ്യൂസ് എടുത്തു, ഷുഗർ സിറപ്പ് റെഡിയായി. പിന്നെ നാരങ്ങ നീര് അതും റെഡിയാക്കി. പിന്നെ നമുക്ക് ഉപ്പ് വേണം കുറച്ച്. പിന്നെ ഇത് ഓപ്ഷണലാണ്. കസ്കസ് ഞാൻ കുറച്ച് കുതിർത്തിയെടുത്തു. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അത് കുറച്ച് നമുക്ക് തണുപ്പുള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് പിന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് കൂടെ വേണം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു കലം എടുക്കാം. കലമോ കുടമോ ചെറിയ ഒരെണ്ണം എടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിൽ ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതാദ്യം നമുക്ക് പോമിഗ്രാനൈറ്റ് തന്നെ നോക്കാം. ഒരൽപ്പം നാരങ്ങ ബാക്കി എല്ലാത്തിനും പുളിയുണ്ട്. ഇതിന് മാത്രമാണ് പുളി കുറച്ച് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഈ കലത്തിൽ പോമിഗ്രാനൈറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു, ഐസ് ക്യൂബ്സ് ഇട്ടു, നാരങ്ങ നീരും കുറച്ച് ഒഴിച്ചു കൊടുത്തു.
ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അത് മധുരത്തിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മധുരമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അതുപോലെ ഒരു പച്ചമുളകിൻ്റെ ഒരു ചെറിയ പീസ് എരിവ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരല്പം ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിൽ സോഡ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ പൊമഗ്രാനേറ്റിൻ്റെത് റെഡിയായി. നമുക്കിനി ബാക്കി രണ്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഓറഞ്ചിൻ്റെത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ അല്പം ഇത് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. കസ്കസ്, ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് കുറച്ച് ചേർത്താൽ മതി. നാരങ്ങാ നീര്, അതുപോലെ പുളിയുള്ള ഓറഞ്ചിന് അധികം നാരങ്ങാ നീരിൻ്റെ ആവശ്യമില്ല. നമുക്ക് സോഡ ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ ഒരല്പം കൂടിപ്പോയാൽ ഇത് കൊള്ളില്ല. അപ്പോൾ ഒരല്പം എരിവ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെത്, ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെത് ഉണ്ടാക്കാം. നല്ല ചൂട് സമയത്ത് വളരെ നല്ല ഒരു സർബത്താണ്. നമ്മൾ ആദ്യം ചേർത്തതുപോലെ എല്ലാം ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ്, ഷുഗർ സിറപ്പ്, ചെറിയ ഒരു പച്ചമുളക് ചേർക്കാം. നമുക്ക് സോഡ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സോഡയെ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ കുടം കലക്കി ഇത് റെഡിയായി. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ്, വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നും വലുതായിട്ടൊന്നും ചേർത്തിട്ടില്ല. നാച്ചുറൽ ഫ്രൂട്ട്സൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ സുഖമായിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ചൂട് കാലത്തിന് പറ്റിയ ഒന്നാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ.